പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും ചെറിയ ആഗ്രഹങ്ങൾ പോലും, ബാലിശമായ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധരുടെ ജീവിതം നമ്മോട് പറയുന്നു. സങ്കീർത്തനം 37 നാം വായിക്കും, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. രഹസ്യ ജീവിതം ശുദ്ധമെങ്കിൽ മുഖത്ത് അതിൻ്റെ പ്രകാശമുണ്ട്. മൂടി വയ്ക്കുക എന്നത് പാപത്തിൻ്റെ ആരംഭം മുതലേയുള്ള സ്വഭാവമാണ്. തിന്മയുടെ തഴക്കങ്ങൾ, ദുശീലങ്ങൾ, ആസക്തികൾ ജീവിതത്തിൽ കെട്ടിക്കിടപ്പുണ്ടോ? പാപം അതെത്ര ചെറുതാണെങ്കിലും മനുഷ്യനെ അശുദ്ധനാക്കും. കണ്ണും കാതും നാവും ശരീരവും ദൈവസ്നേഹത്തിന്, സഹോദര സ്നേഹത്തിന്, തന്നോട് തന്നെയുള്ള സ്നേഹത്തിനെതിരായി ഉപയോഗിക്കുമ്പോൾ മനുഷ്യ മനസ്സും ചിന്തയും ആത്മാവും ജീവിതവും അശുദ്ധമായി തീരുന്നു. നിത്യജീവൻ അപകടത്തിലാകുന്നു. തൻ്റെ അജഗണത്തോട് വിശുദ്ധ പത്രോസ് 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പറയുന്നു, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ഈശോയിൽ പ്രിയരെ, 34-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കും, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. മനുഷ്യരക്ഷയ്ക്കായി ക്രൂശിതനായവനെ നോക്കി പ്രകാശിതരാകാം. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ക്രൂശിതനായ ഈശോ നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.